ഉന്നക്കായ. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്, എല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കാറുള്ളതായിരിക്കും. ഇനി അറിയാത്തവർക്കായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉന്നക്കായ റെഡിയാക്കാമെന്ന് നോക്കാം. മിക്ക വീടുകളിലും നോമ്പിന് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കായിരിക്കും. അതുപോലെ നല്ല എളുപ്പമാണ്, നല്ല രുചിയുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. ഉന്നക്കായ റെഡിയാക്കാൻ വേണ്ടി 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത് പോവാത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് പഴുത്ത് തുടങ്ങുന്ന പഴമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലുതാണ്. ഈ ഒരു 3 പഴം കൊണ്ട് 10 ഉന്നക്കായ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് വലിയ ഉന്നക്കായ 10 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു 3 പഴം മതിയാവും. പഴം ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനുവേണ്ടി ഒരു ഇഡ്ഡലിത്തട്ടിൻ്റെ മുകളിലേക്ക് 2ആയി കട്ട് ചെയ്തിട്ടാണ് പഴം വെച്ച് കൊടുക്കുന്നത്. അല്ലാതെയും വെച്ച് കൊടുക്കാവുന്നതാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് നല്ലത്. വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്താൽ അതിലേക്ക് വെള്ളം കയറി കഴിയുമ്പോൾ ഉന്നക്കായ പിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. 2ആയി കട്ട് ചെയ്യുന്ന സമയത്ത് പഴത്തിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള പോർഷൻ നമുക്കെടുത്ത് മാറ്റണം. ഒരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് അതങ്ങ് എടുത്ത് കളയാൻ പറ്റും. വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റും. പഴമെല്ലാം വെന്തതാണ്. ഇതെടുത്ത് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ലംസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കട്ട പോലെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് മാറ്റുന്നത്. അതുപോലെ ഒരുപാട് ആറിയതിന് ശേഷം ഈ പഴത്തിൽ നിന്ന് എടുത്ത് മാറ്റരുത്. ചെറിയൊരു ചൂടുള്ളപ്പോൾ എടുത്ത് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനും പറ്റും. അതുപോലെ കുഴച്ചെടുക്കാനും ഈസി ആയിരിക്കും. ഒരുപാട് അങ്ങ് ആറിപ്പോയി കഴിഞ്ഞാൽ കുഴച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. നല്ലപോലെ കട്ട പിടിക്കും. കട്ട പിടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു മാഷ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ച് ചൂടോടെ മാഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഒരുപാട് ചൂട് പാടില്ല, വളരെ ചെറിയ ചൂടിൽ മാഷ് ചെയ്തിട്ടെടുക്കാം. ഒരു ബൗൾ പോലുള്ള പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഒരു മാഷർ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കണമെങ്കിൽ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ഉടച്ചെടുക്കാം. പണ്ട് കാലത്തൊക്കെ കൈയും അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉടച്ചെടുക്കാറ്. മാഷർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ലംസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയിലിട്ടൊന്നും അടിക്കരുത്, ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്താൽ മതി. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്ത് ഉടച്ചെടുക്കുക. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചൊന്നങ്ങ് ഉടച്ചെടുക്കുക മതി. ഉന്നക്കായയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ നെയ്യാണ്. നെയ്യൊന്ന് ചൂടായിട്ട് അതിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് എന്ന് പറയാം. 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഫില്ലിങ് ആവശ്യമില്ല. 10 എണ്ണത്തിനൊക്കെ വളരെ കുറച്ച് ഫില്ലിങ് മാത്രം മതി, കാരണം നമ്മൾ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 പിടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 എണ്ണോ മാത്രം മതി. ഇതിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട്സോ പിസ്താഷ്യോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം ഫില്ലിങ് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, അത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് ഇതങ്ങ് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ഒരു കഷ്ണം ശർക്കര ചേർക്കാം. അതുപോലെ ഈന്തപ്പഴം ചേർക്കാം, ആൽമണ്ട്സ് ചേർക്കാം, പിസ്താഷ്യൂ ചേർക്കാം. ഇഷ്ടമുള്ള എന്തും ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. നട്ട്സ് ചേർക്കുമ്പോൾ ഒന്നങ്ങ് പൊടിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഒന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഉന്നക്കായ റെഡിയാക്കാൻ ഒരു കൈപ്പിടി പഴം ഇതുപോലെ എടുക്കുക. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ പഴത്തിൻ്റെ മിക്സ്. അതിനുശേഷം ഓരോ കൈപ്പത്തി ഉപയോഗിച്ച് ഇതൊന്ന് പരത്തി കൊടുക്കുക. ഏകദേശം ഒരു റൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലോ പരത്തിയെടുത്താൽ കറക്റ്റായിട്ടൊരു ഷേപ്പിൽ നമുക്ക് ഉന്നക്കായ പിടിച്ചെടുക്കാൻ പറ്റും. അധികം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മാവ്. അതിലേക്ക് ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണൊക്കെ മാത്രം ഫില്ലിങ് വെച്ചാൽ മതി, ഒരുപാടൊന്നും വെച്ച് കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് മടക്കി 2 സൈഡും യോജിപ്പിക്കുക. ഉന്നക്കായ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് എണ്ണ തടവാൻ മറക്കരുത്, നേരത്തെ പറയാൻ വിട്ടുപോയി. ആ ഒരു ഫില്ലിങ് പുറത്ത് കാണാത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഒരു വട്ടം ചെയ്താൽ ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല കറക്റ്റായിട്ട് ആ ഒരു പഴത്തിൻ്റെ മിക്സ് ആയി കിട്ടിയാൽ മതി. ആ ഒരു പഴുപ്പ് നോക്കി പഴമെടുത്ത് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കുഴച്ചെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഫില്ലിങ് ഏത് വേണമെങ്കിലും റെഡിയാക്കിയിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഈ ഒരു ഉന്നക്കായ അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. ഇനി ഇതിലും ചെറുതായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 3 പഴം കൊണ്ട് ഒരു 15 ഉന്നക്കായ വരെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ. ഇത് അത്യാവശ്യം വലുതാണ്. ഉന്നക്കായ പിടിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയോ മറ്റോ കയ്യിലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പഴം ആയതുകൊണ്ടാണ്. 1 സ്പൂൺ ഫില്ലിങ് മാത്രം വെച്ചാൽ മതി. ഒരുപാട് ഫില്ലിങ് വെച്ചാൽ ഉന്നക്കായ പിടിക്കുമ്പോൾ അത് പുറത്തേക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, പുറത്തേക്ക് അതങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഉന്നക്കായയുടെ ആ ഒരു പഴം വിട്ടു പോകാനും ചാൻസ് ഉണ്ട്. വിട്ടുപോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിലേക്ക് ആ എണ്ണയെല്ലാം കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. ഫ്രൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും ഒരു ഡീപ്പ് ഫ്രൈ ആണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉന്നക്കായ റെഡിയാക്കി കിട്ടും. ഷാലോ ഫ്രൈ ചെയ്യരുത്. മീൻ പൊരിക്കുന്നത് പോലെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉന്നക്കായ ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. റെഡിയാക്കി എടുത്ത ഉന്നക്കായ ഓരോന്നും ഒരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഒരുപാട് എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ നല്ല കളറ് മാറുകയും ചെയ്യും. അതുപോലെ എണ്ണയുടെ ചൂട് കൊണ്ട് ആ ഒരു പഴം വിടർന്ന് ഉള്ളിലേക്ക് എണ്ണ കയറാൻ തുടങ്ങും. അങ്ങനെയും ചെയ്യരുത്. സ്പ്ലിറ്റ് വരാതെ ഒരു മീഡിയം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഒരു ഭാഗം റെഡിയായി കഴിയുമ്പോൾ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് എണ്ണയിലിട്ടിട്ടാണ് പൊരിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനൊരു ഫ്രൈയിങ് പാനിൽ ചെയ്യുന്നതുകൊണ്ട് മുകളിൽ കുറച്ച് ഭാഗത്ത് എണ്ണ ആയിട്ടില്ല. അതുകൊണ്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഒരു ഭാഗത്ത് കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉന്നക്കായ ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് യെല്ലോ കളർ വരുമ്പോൾ തന്നെ എടുക്കാറുണ്ട്. അതിന് പകരം ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോൾ എടുക്കുന്നതും ഉണ്ട്. കുറച്ചുകൂടി മൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രൗൺ കളറിലേക്ക് എത്തും. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്താലും ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രൗൺ കളറിൽ ചെയ്താലും ടേസ്റ്റിയാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഈ നോമ്പ് കാലത്ത് കോമൺ ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ്. ഇനി ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഫ്താറിനൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും താങ്ക്